എന്താ പറയുക, പെട്ടെന്ന് നമ്മളൊരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് ഇത് കാണുന്നത്. ഏറ്റവും സേഫ് സോണിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടത്. എൻ്റെ ഫാമിലിയിലടക്കമുള്ള മുണ്ടക്കായിലെ എൻ്റെ ബന്ധുക്കളും കുടുംബങ്ങളും എല്ലാവരും, ഞങ്ങളെ മുണ്ടക്കായിലെ സംബന്ധിച്ച് എല്ലാവരും പരസ്പരം ജാതിമത ഭേദമന്യേ കുടുംബക്കാർ തന്നെയാണ്. കാരണം ഞങ്ങൾ എസ്റ്റേറ്റ് തൊഴിലാളികളായിട്ട് വന്ന് എസ്റ്റേറ്റ് പാടിയിൽ നിന്നും ഒരുപോലെ വളർന്നു വന്ന ആൾക്കാരാണ്. അത് ആ നാട് ഇപ്പോൾ ഏതാണ്ട് ഇല്ലാതായി. ഷഫീഖിനെ സംബന്ധിച്ച് എല്ലാം നഷ്ടമാണ്. എന്നാലും ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയാവുന്നത് എന്താ? നാട് തന്നെയാണ് ഞങ്ങളെ ഏറ്റവും വലിയ നഷ്ടം. പിന്നെ അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരി ആ ബന്ധങ്ങൾ ഇനി എന്തായാലും ജീവിതത്തിൽ കിട്ടൂല എന്നുള്ള ആ ഒരു ഇത് ഞങ്ങൾ വിചാരിക്കുന്നത് അത്ര കണ്ട് പ്രയാസം തന്നെയാണ് ഏത് രീതിയിലും. കാരണം ഒപ്പം പഠിച്ച സുഹൃത്തുക്കൾ, എന്തിനും കൂടെ വരുന്ന സുഹൃത്തുക്കൾ, മാതാപിതാക്കൾക്ക് തുല്യമായിട്ടുള്ള അയൽവാസികൾ, സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, കൂട്ടായ്മ, എല്ലാത്തിലുപരി എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുന്ന, അത് ഗ്രൗണ്ടിലാണെങ്കിലും ഫുട്ബോൾ കളികളാണെങ്കിലും വോളിബോൾ ആണെങ്കിലും ഗ്രൗണ്ടിലുള്ള ആ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു സൗഹൃദത്തിൻ്റെ നഷ്ടം തന്നെയാണ്. നഷ്ടം എന്നുള്ളത് വാക്കുകൊണ്ട് പറയാൻ കഴിയുന്നതല്ല. പക്ഷേ ഈ നഷ്ടത്തിൻ്റെ നടുക്കടലിലും ഇപ്പോഴും ഞാനിപ്പോൾ വിളിക്കുന്ന സമയത്ത് പോലും ഷഫീഖ് ഒരു പ്രവർത്തനത്തിലാണ് മറ്റുള്ളവർക്ക് വേണ്ടി, അല്ലേ? ഞാൻ ഈ കാരുണ്യ റെസ്ക്യൂ ചൂരൽമല മേഖലയുടെ റെസ്ക്യൂവറാണ്. ഇത് അവിടെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ്. അതിൽ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാരുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉരുൾപൊട്ടുന്നതിൻ്റെ മഴ തുടങ്ങുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് തന്നെ ഇതിൻ്റെ സേഫ്റ്റി പ്രിക്കോഷൻ ഞങ്ങൾ അവിടെ എടുത്തിട്ടുണ്ട്. അതായത് അപകടം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നിന്നും ആളുകൾക്ക് ഇൻഫർമേഷൻ കൊടുക്കലാണ് ആദ്യ ഘട്ടം എന്നുള്ള നിലക്ക്. ഇത് ഉരുൾപൊട്ടുന്ന ഒരാഴ്ച മുമ്പ് തന്നെ നമുക്ക് അപകടകരമായിട്ടുള്ള മഴ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ പുഴയിലൊക്കെ വെള്ളം നല്ല കുത്തിയൊലിച്ച് വരുന്നൊരു സാഹചര്യം. അത് ഭീകരമായ ഒരു ചെളി ഉള്ള ഒരു വെള്ളമായിരുന്നു. അത് അന്ന് തന്നെ പ്രിക്കോഷൻ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും ഞങ്ങൾ പറയാതെ തന്നെ ഞങ്ങളെ നാട്ടുകാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ മുണ്ടക്കായിലേക്ക് വരെ പുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മാറി താമസിച്ചത്. അതിൽ പിന്നെ എൻ്റെ എളാപ്പാൻ്റെ ഫാമിലി പ്രത്യേകിച്ചും അത് ഇങ്ങോട്ട് ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഉരുൾപൊട്ടുന്നതിൻ്റെ തൊട്ട് പിറ്റത്തെ രാത്രിയാണ് ഞങ്ങൾ മാറ്റിയത്. അത് മാറ്റുന്നൊരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുൾപൊട്ടുന്നത് പിറ്റത്തെ ദിവസം അന്ന് വൈകുന്നേരം വലിയൊരു സാമാന്യം നല്ല കാലാവസ്ഥയായിരുന്നു. ഞായറാഴ്ച വൈകുന്നേരം അന്ന് ഞങ്ങൾ ഗ്രൗണ്ടിൽ ഏറെ നേരം എന്ന് പറഞ്ഞാൽ ഇരുടായിട്ട് പോലും പന്ത് കാണാതെ നിന്നിട്ട് പോലും ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. അതിലുള്ള സുഹൃത്തുക്കളിൽ പലരും ഇന്നില്ല. എന്നിട്ട് രാത്രി വീട്ടിൽ പോയി കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടന്ന്, അപ്പോൾ ഈ ഞങ്ങളെ ഈ പോത്തുകല്ല്, നിലമ്പൂർ അങ്ങനെയുള്ള ഭാഗങ്ങളിലുള്ളൊരു കൂട്ടായ്മ ഉണ്ട്. അത് റെസ്ക്യൂ കൂട്ടായ്മയാണ്. അതിലേക്ക് മഴൻ്റെ അളവും വെള്ളത്തിൻ്റെ അളവും മുണ്ടക്കായി എന്ന സ്ഥലത്ത് നിന്ന് ഞാനാണ് അപ്ഡേഷൻ കൊടുക്കുന്നത്. അപ്പോൾ കൃത്യമായി രാത്രികളിൽ ഉറങ്ങാറില്ല. ഈ അപ്ഡേഷൻ കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനം എൻ്റെ പോയിൻ്റെ തൊട്ട് സൈഡാണ് എൻ്റെ വീടുള്ളത്. അത് കൊടുത്തുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഉറങ്ങിപ്പോയി എന്നാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു സൗണ്ട് വ്യത്യാസം തോന്നിയിട്ട് ഞാൻ ജനലിൽ തുറന്ന്, ഞാൻ അപ്സ്റ്റെയറിലാണ് താമസിക്കുന്നത്. ഞാനും വൈഫും 2 മക്കളും മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് ജനലിലൂടെ താഴെ വന്ന് എൻ്റെ ഫ്രണ്ടിലൂടെ ഒരു തോട് ഒഴുകുന്നുണ്ട്. അത് ഞങ്ങൾക്കൊരളവുണ്ട്. ആ അളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തോടിന് മേലെയുള്ള ആൾക്കാർ കംപ്ലീറ്റ് താഴോട്ട് സ്വമേധയാ അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് മാറ്റുന്നൊരു സിസ്റ്റമാണ് ഉള്ളത്. അപ്പോൾ പെട്ടെന്ന് വെള്ളം കൂടി കലങ്ങിയാണ് വരുന്നത്. ആ കലങ്ങി വരുന്ന സാഹചര്യത്തിൽ ഞാൻ വൈഫിനെയും മക്കളെയും എടുത്തിട്ട് ഇറങ്ങി ഞാൻ ഷർട്ടൊന്നുമില്ലാതെ ഓടുന്ന ഓട്ടത്തിൽ ഏത് വീട്ടിലേക്കാണോ കയറാൻ പറ്റുക ആ വീട്ടിലേക്കാണ് കയറുക എന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. എവിടേക്കാണെന്നുള്ള ധാരണയൊന്നുമില്ല. അങ്ങനെ ഓടി തൊട്ടപ്പുറത്തെ എൻ്റെ അടുത്ത ആളായ മോമാലിക്കാൻ്റെ വീട്ടിലേക്ക് കയറി മക്കളെ അവിടെ സേഫായി സെറ്റാക്കി ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വീണ്ടും വന്ന് അവിടെ അതിന് മേലുള്ള എൻ്റെ ബാക്കിയുള്ള എല്ലാ വീടുകളിലും മഴ കൂടുതലാണ്. തോട്ടിൽ വെള്ളം കൂടിയിട്ടുണ്ട്. നമ്മൾ ഒന്നുമില്ലെങ്കിൽ താഴേക്ക് പോകണം, അല്ലെങ്കിൽ ശ്രദ്ധിച്ച് നിൽക്കണമെന്ന് പറഞ്ഞ് വരുമ്പോൾ എൻ്റെ സുഹൃത്തായ ഫിർഷാദ് വന്നു. അങ്ങനെ ഞങ്ങൾ അവൻ്റെ ബൈക്കിൽ കയറി ഏറ്റവും ടോപ്പിൽ കോളനി വരെ പോയി അവരോടെല്ലാം കാര്യങ്ങൾ ഉണർത്തി. ഒന്നുമില്ലെങ്കിൽ താഴേക്ക് നമ്മൾ ഒന്നും എടുക്കണ്ട, വെറുതെ മാറിയാൽ മതി,
മാറി ആ സേഫ്റ്റി നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും താഴോട്ട് വന്നു. പിന്നെ ഞങ്ങളൊരു 4 മണി 4:30 5 മണി ആ സമയത്ത് ഈ മൊമാലിക്കാൻ്റെ വീട്ടിൽ ഞാനിരുന്നു. ബാക്കിയുള്ളവരെല്ലാം 10 ഏക്കർ എന്ന് പറയുന്ന ഒരു ട്രീ വാലി റിസോർട്ടിൻ്റെ ആ മേഖലയിലേക്ക്, എൻ്റെ തറവാട് അവിടെയാണ്, ആ ഏരിയയിലേക്ക് പോയതാണ് ഈ തോടിൻ്റെ മേലെയുള്ള ആൾക്കാർ. അതിൽ എല്ലാവരും ഏതാണ്ട് എല്ലാ ആൾക്കാരും പോയി. ആ കൂട്ടത്തിലാണ് എൻ്റെ എളാപ്പാൻ്റെ തറവാട് ഫാമിലിയായ അവിടുന്ന് ഈ മുണ്ടക്കായിലോട്ട് മാറുന്നത്. മുണ്ടക്കായ് പള്ളീൻ്റെ തൊട്ട് അപ്സ്റ്റെയറിൽ ബിൽഡിങ്ങിൻ്റെ മേലെയാണ് അവരെ വീടുള്ളത്. അവിടെ താമസിക്കുന്നത് എൻ്റെ എളാപ്പയും എളാമയും അവരെ 3 മക്കളുമാണ്. അക്കൂട്ടത്തിൽ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ വല്യപ്പയും വല്യമ്മയും എൻ്റെ വൈഫുമാണുള്ളത്. വല്യപ്പാപ്പ അടുത്ത് മരിച്ചുപോയി. അപ്പോൾ വല്യമ്മക്ക് കാലിന് ചെറിയൊരു പ്രയാസമുണ്ട്. അതുകൊണ്ട് നിങ്ങളെ നാളെ ഞാൻ കൊണ്ടുപോകാം, ഇന്ന് കുട്ടീനെ മദ്രസിലാക്കുന്ന സമയത്ത് അതിരാവിലെ ഞാൻ വന്ന് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. പിറ്റേന്ന് എനിക്ക് ജോലിക്ക് പോകണമെങ്കിൽ വീട്ടിൽ ആൾ വേണം, വീട്ടിൽ വേറെ ആളില്ല, അപ്പോൾ മക്കളുള്ളതാണല്ലോ, ആക്കി പിറ്റേന്ന് പറഞ്ഞതാണ്. അപ്പോൾ അവിടെ അവരും കൂടെ ഉണ്ട്, അവരും കൂടെ ജോയിൻ ചെയ്തു, അവിടെ നിന്നു. പിറ്റേന്ന് രാവിലെ അങ്ങനെ നേരം വെളുത്തു. അങ്ങനെ അന്ന് ജോലിക്ക് പോകരുത് എന്ന് എനിക്ക് മാനസികമായി തോന്നി. ഞാൻ ലീവായിരുന്നു. അങ്ങനെ ഒരു ചെറിയ മണ്ണിടിച്ചിലാണ് അന്ന് രാത്രി. ആ തോടിന് വെള്ളം വന്ന സമാന സമയത്ത് തന്നെ ചെറിയൊരു രീതിയിൽ മണ്ണിടിച്ചിൽ, സ്വാഭാവികമായിട്ട് എല്ലാ സമയങ്ങളിലും ചെറിയൊരു രീതി ഉണ്ടാവും. പക്ഷേ ഈ ഒരു മണ്ണിടിച്ചിൽ വന്ന സമയത്ത് എന്താണെന്നറിയില്ല, മാനസികമായി എനിക്ക് ഭയങ്കര വിഭ്രാന്തി ഉണ്ടായി. കാരണം എന്തോ സംഭവിക്കാനുണ്ട് എന്നുള്ളൊരു രീതി. എന്നിട്ട് അന്നത്തെ ദിവസം ഈ റെസ്ക്യൂവുമായി ബന്ധപ്പെട്ട് അപ്ഡേഷൻ മണിക്കൂറിന് കൊടുക്കുകയും അങ്ങനെ ചൂരമല വന്ന് ഞങ്ങളെ ഓഫീസിൽ വന്ന് നമ്മളെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മഴ മുണ്ടക്കായിൽ കുറവ് ഉള്ള സമയങ്ങളിൽ പുഴയിൽ വെള്ളം കുറയുന്നില്ല. എൻ്റെ ചൂരന്മലയാണ് എൻ്റെ പെങ്ങളെ വീടുള്ളത്. അവരെ വീട് മുമ്പ് ഒഴുക്കിൽ ഈ വെള്ളപ്പാച്ചിൽ ഫുൾ വെള്ളം ആയതായിരുന്നു. കഴിഞ്ഞ 2018 പുത്തുമല ഉരുൾപൊട്ടല്ലേ അന്ന്. അപ്പോൾ അവൾ അപ്ഡേഷൻ, ഞങ്ങൾ ഇവിടെ വെള്ളം കൂടുന്നതിനനുസരിച്ച് അവൾക്കും വിവരം കൊടുക്കും. കാരണം സേഫ്റ്റി ആണല്ലോ, പെട്ടെന്നുള്ള മലവെള്ളപ്പാച്ചിലാണല്ലോ. ആ ഘട്ടത്തിൽ അവളും എൻ്റെ അടുത്ത് പറഞ്ഞു വെള്ളം കുറയുന്നില്ല, അപ്പോൾ ഞങ്ങളെന്തായാലും വൈകുന്നേരം പോകും. അപ്പം പറഞ്ഞു ഓക്കെ, റിസ്ക് എടുക്കണ്ട, കാരണം നമ്മൾ ആ മുന്നിലെ അനുഭവങ്ങളുണ്ടല്ലോ, നിങ്ങൾ മാറണം. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 6:30 മണിക്ക് വീണ്ടും പുഴയിൽ നോക്കുന്ന സമയത്ത് വെള്ളം കുറയുന്നില്ല, മഴ കുറയും. പിന്നെ മഴ കുറച്ച് കനത്തു. പിന്നെ ഞാൻ എളാമാൻ്റെ വീട്ടിലാണ്, തൊട്ടപ്പുറത്ത് എൻ്റെ വീട്ടിലെ വന്ന് എളാമയും ഫാമിലിയും ഞാനുമാണ് ഒന്നിച്ച് താമസിച്ചത്. അപ്പോഴും ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് അപ്ഡേഷൻ കൊടുക്കുന്നുണ്ട്, കോളുകൾ വരുന്നുണ്ട്. ഉറങ്ങാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല അന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് വൈഫും മക്കളും പോയി ഉറങ്ങി. പിറ്റത്തെ ഉറക്ക ക്ഷീണം എല്ലാവർക്കും ഉണ്ടല്ലോ. എന്നിരുന്നാലും ഞാൻ ഉറങ്ങാൻ തീരുമാനിച്ചില്ല. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് പുഴയിൽ ഇങ്ങനെ കല്ലുരുളുന്ന സൗണ്ട് ഉള്ളതുകൊണ്ട് അതൊരു നോർമൽ സൗണ്ട് തന്നെ ആയിട്ടാണ് പുഴനെ നമ്മൾ ധരിക്കുന്നത്. അപ്പോൾ അപ്പുറത്തൊരു പെട്ടെന്നൊരു സൗണ്ട് വന്നപ്പോൾ തൊട്ടടുത്തുള്ള ആൾ പറഞ്ഞു അത് അവിടെ കല്ല് കെട്ടിയിട്ടുണ്ടായിരുന്നു. 2019 നമ്മൾ കല്ല് ഇട്ടത് പുഞ്ചിരിമട്ടം ഭാഗത്ത്. അന്ന് കല്ല് അടുക്കി വെച്ചിട്ടാണ് ആ കല്ലുകൾ പൊളിഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അത് നോക്കിയിട്ടാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പുറൻ്റെ മേലെ പണി തീരാത്തൊരു വീടുണ്ട്, ഏതാണ്ട് പണി, അതിൻ്റെ മേലെ നിന്നിട്ടാണ് നമ്മൾ നോക്കിയപ്പോൾ ആ കെട്ട് പൊളിഞ്ഞു പോയതാണ്. ആ കെട്ട് പൊളിഞ്ഞു പോയതിൻ്റെ സൗണ്ട് നല്ലോണം ഉണ്ടാവും. ഓൾറെഡി പുഴയിൽ ഓൾറെഡി സൗണ്ടും ഉണ്ട്. അപ്പം ഞാനത്, പക്ഷേ ഈ ഒരു ഉരുളിച്ച ഇന്നെ വല്ലാതെ അലട്ടിയിരുന്നു. സ്വാഭാവികമായിട്ട് ഞാനും പിന്നെ കുഴപ്പമില്ല, നോർമലാവും, അത് എൻ്റെ തോന്നലായിരിക്കണം എന്നുള്ള ധാരണയിൽ, എന്തായാലും ഒരു സേഫ് സോണിലാണല്ലോ, ഒരു പ്രതീക്ഷയാണല്ലോ. അങ്ങനെ ഈ സമയത്ത് ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞാൽ ഒരു 12:15 ആകുമ്പോൾ വെറുതെ കിടന്നിട്ടുള്ളൂ. കിടന്ന് കുറച്ച് നേരം ഉറങ്ങി. പിന്നെ ഞാൻ നോർമലായി പിന്നെ ഞാൻ അപ്ഡേഷൻ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ചെറിയ മഴക്കുറവുണ്ട്. അതായത് ഇവിടുന്ന് വെള്ളം നിലമ്പൂരിൽ എത്തണമെങ്കിൽ, പോത്തുകല്ലിൽ എത്തണമെങ്കിൽ 2 മണിക്കൂറെങ്കിലും ആവും. അപ്പോൾ ഇപ്പോൾ കൊടുത്താൽ 2 മണിക്കൂറിന് മുമ്പേ ശേഷം എത്തും. ആ സമയം അവർക്ക് അവിടെ പല കാര്യങ്ങളും നടക്കും, ആളെ മാറ്റലും. ഇനിയിപ്പോൾ ഉരുൾ പൊട്ടിയാൽ തന്നെ പല ജീവനും രക്ഷപ്പെടുത്താനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. അങ്ങനെ ഞാൻ മഴ കുറവുണ്ട് എന്ന് എൻ്റെ സുഹൃത്തുക്കൾക്കും റെസ്ക്യൂവിലുള്ള 3-4 ഗ്രൂപ്പുകൾക്കും മെസ്സേജ് ചെയ്ത് തൊട്ടടുത്ത് പെട്ടെന്ന് എനിക്ക് ഒരു സൗണ്ട് അധികമായി തോന്നി. ആ അധികമായ സൗണ്ട് നോക്കുന്ന സമയത്ത് മരം വന്ന് അടിക്കുന്ന സൗണ്ടാണ് പിന്നെ കേൾക്കുന്നത്. ഞാൻ ആദ്യം ഓടി എളാമാൻ അപ്പുറത്തെ റൂമിൽ പറഞ്ഞ് എണീക്കണം, എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പോയി ആദ്യം വാതിൽ തുറക്കുക ചെയ്ത്, അടുക്കള വാതിൽ. കാരണം ഇവരെല്ലാവരും കൂടി വന്ന് അടുക്കള വാതിൽ എനിക്ക് തുറക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ വൈഫിനോട് പറഞ്ഞു മക്കളെടുക്കണം, ഇറങ്ങണം, ഓടണം എന്ന് പറഞ്ഞു. എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ അടുക്കള വാതിൽ തുറന്നിട്ടിട്ടുണ്ട് പറഞ്ഞു. അടുക്കള വാതിൽ തുറന്ന് കൽപ്പുറക്കാടാണ് പിന്നെ ഉള്ളത്, ഫോറസ്റ്റാണ്, ആന ഉണ്ടാവും, അതൊന്നും നമ്മളെ മൈൻഡിലില്ല. എങ്ങനെങ്കിലും കാട് കയറുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്.
അതായത് ഈ 10 ഏക്കർ എന്ന എൻ്റെ തറവാടാണ് ഞങ്ങൾക്ക് ലക്ഷ്യം. അത് ഈ ഏത് വഴി പോയാലും ആ വഴി എത്താം. ഇനി കാട്ടിലൂടെ ഇനി എങ്ങനെ പോയാലും എത്താവുന്ന സാഹചര്യമാണുള്ളത്. ആ സാഹചര്യത്തിൽ മക്കളായിട്ട് വന്ന് കയറിയപ്പോൾ ഇവർ തളർന്നുപോയി. ഓൾറെഡി കയറ്റാണ്, പിന്നെ ഈ ഒരു അങ്കലാപ്പും സൗണ്ട് കൂടി ഭീകരമായിട്ടുള്ളൊരു സാഹചര്യം വന്നു. എന്നിരുന്നാലും നമ്മളൊരു രക്ഷപ്പെടാനുള്ള ഒരു പഴുത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണമല്ലോ. അങ്ങനെ അവരെ മോട്ടിവേഷൻ ചെയ്ത് മക്കളെ എടുത്ത് നനഞ്ഞ് അപ്പുറത്ത് നോക്കുമ്പോൾ ഈ കൽപ്പൂരക്കാട്ടിൽ നിന്നുള്ള ചെറിയ കൈവരിയായിരുന്നു, അത് വളരെ വലുതായി. അങ്ങനെ അവരെ ഞാൻ നിന്ന് ക്രോസ് ചെയ്ത് അപ്പുറം കടത്തി പിന്നെ അങ്ങോട്ടേക്ക് എത്തുന്നത് തൊട്ട് താഴെ കൂടെ വന്ന് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഭീകരത മനസ്സിലാവുന്നത്. അതായത് അവിടെ ഒരു കുളമുണ്ട്, ആ കുളത്തിലുണ്ട് വീടിൻ്റെ അവശിഷ്ടങ്ങൾ. അവശിഷ്ടം എന്ന് പറയുന്നത് അവിടെ എത്തണമെങ്കിൽ അത്ര കുഴിയാണ്. അത് കയറി ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ ഇതെന്തോ അങ്ങനെ ഇവരെ എൻ്റെ തറവാട്ടിലേക്ക് വെച്ച് നിൽക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ആൾക്കാരെ സൗണ്ടും കാര്യങ്ങളും നോക്കുന്നത്. അപ്പോൾ ഞാൻ സുഹൃത്തുക്കളോട് പറഞ്ഞ് നമുക്ക് അവിടെ പോകണം, എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചോദിച്ചപ്പോൾ ഓൾറെഡി കറണ്ട് ഉണ്ട് അവിടെ. ഒരു കിണറിൽ എൻജിൻ റൂമാണ് വാട്ടർ പമ്പിൻ്റെ. ആ പമ്പ് അവിടെ ഓൾറെഡി ഓട്ടോമാറ്റിക് വർക്കിംഗ് ആണ്. അപ്പോൾ കറണ്ട് ഉണ്ട് അല്ലേ. ഇതെന്താണെന്നുള്ളത് രാത്രിയാണല്ലോ, ഏത് തരത്തിലാണ് എന്താണെന്നൊന്നും അറിയില്ല. എന്നിരുന്നാലും ഈ ഒരു പൊട്ടോട് കൂടി അവസാനിച്ചിട്ടുണ്ടാവും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് കഴിഞ്ഞാണ് അടുത്ത പൊട്ട്. അത് കഴിഞ്ഞ് ഇവരെ ഈ ട്രീ വാലി റിസോർട്ടിലേക്ക് എത്തിച്ചു. അവിടെ റെസ്റ്റ് എടുത്തു. ഇവരൊക്കെ ഏതാണ്ടൊക്കെ ഒന്ന് സെറ്റായി. കുറച്ച് ഫാമിലി, എൻ്റെ സുഹൃത്തായ എൻ്റെ കുടുംബമായ പോലീസ് കോൺസ്റ്റബിൾ ഉണ്ട് അനസിൻ്റെ വീട്ടിലും. അപ്പോൾ നോക്കുമ്പോൾ അവിടെ താഴെ നിന്നുള്ള മദ്രസിൻ്റെ അവിടെ നിന്നുള്ള കുറച്ച് ആൾക്കാർ ഈ കുന്നിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അവരവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വൈഫൊക്കെ അവിടെ ആക്കി. എല്ലാവർക്കും ഇവിടെ നിൽക്കാൻ സൗകര്യം ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടും, പിന്നെ അതുമാത്രമല്ല അങ്ങോട്ട് മാറി. അവിടെ കുട്ടികളല്ലേ, വീട് മാറി കുറച്ച് കഴിഞ്ഞ് ഏതാണ്ട് ശമനായി നിന്ന് നമുക്ക് ഈ സൗണ്ട് കേട്ട ആൾക്കാരെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ വെളിച്ചം വരാൻ കാത്തുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ അതിനുള്ള സംവിധാനം കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ കാരുണ്യ റെസ്ക്യൂവിലെ ഈ ടീമിനെ നമ്മൾ ഈ ഓടുന്ന ഓട്ടത്തിൽ നമ്മൾ ഈ ഇൻഫർമേഷൻ കൊടുത്തിരുന്നു മഴ കുറവുണ്ടെന്ന്. അങ്ങനെ കൽപ്പൂരക്കാട്ടിൽ ആ സമയത്ത് നിന്നിട്ട് ഞാൻ ഈ ഗ്രൂപ്പുകൾക്കൊക്കെ പുഴയിൽ എന്തോ സൗണ്ട് ഉണ്ട്, കാര്യമായി ശ്രദ്ധിക്കണം എന്നുള്ള മെസ്സേജ് ഞാൻ റിപ്ലൈ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിശ്വസിച്ചിട്ടാണ് ഇവർ നിൽക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും തുടക്കക്കാരൻ എന്ന നിലക്ക് ഞാനത് ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് എനിക്ക് തോന്നി. അത് അവിടെ നിന്ന് അത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇവരും കൊണ്ട് കൽപ്പൂരക്കാട്ടിൽ നിന്ന് ഈ ഓടുന്ന ഓട്ടത്തിൽ തന്നെ ശരി വോയിസ് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ചർച്ച അവിടെ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരു സൗണ്ട് കേട്ടു. അപ്പോൾ കാര്യമായി എല്ലാവരും ഭയപ്പെടുത്താൻ പാടില്ലല്ലോ. അപ്പോൾ ഇല്ല, അത് കുഴപ്പമില്ല, അത് പോയതിൻ്റെ സൗണ്ടാണെന്നുള്ള രീതിയിൽ ഞങ്ങളത് നെവറാക്കുന്ന സമയത്ത് ഈ സൗണ്ട് പെട്ടെന്ന് അങ്ങ് ഭയാനകമായി. ഞാൻ ഇവിടുന്ന് അവിടെ എത്തുമ്പോഴേക്കും ഈ സാധനം അവിടെ ഭയങ്കരമായി. അപ്പോൾ നോക്കുമ്പോൾ ഇവരെല്ലാവരും ഈ വീട്ടിൽ നിന്നും ചെറിയൊരു കയറ്റുള്ളൂ അതിൽ തന്നെ അവിടേക്ക് ഓടി കയറി മക്കളും എല്ലാം നനഞ്ഞ് നിൽക്കുക. ഒരുപാട് മക്കളും കുറേ സ്ത്രീകളാണ് ഇതിൽ കൂടുതൽ. അപ്പോൾ അവിടെ അന്വേഷിച്ച് നോക്കുമ്പോൾ താഴെ ആദ്യ പൊട്ടിൽ വന്ന് ആ വീടുകൾക്കൊക്കെ ക്ഷതം പറ്റി. അതിൽ നിന്ന് 2-3 പേര് രക്ഷപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ഒരു വീട്ടിൽ 2 പേര് അവിടുന്ന് ഓൾറെഡി രക്ഷപ്പെട്ട ആൾക്കാരും മറ്റുമായിട്ട് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി നിൽക്കുന്ന ആളെ ഒന്നാമത്തെ പൊട്ട് പൊട്ടിയ സമയത്ത് രക്ഷിക്കുന്ന സമയത്താണ് രണ്ടാമത്തെ പൊട്ട്. ഇവർ ജസ്റ്റ് കഴിച്ചിലായതാണ്, ജസ്റ്റ് ഒരു ഇതിൽ കഴിച്ചിലായി. അവർ ഓടി ഇതിൻ്റെ മേലെ കയറി നിന്ന സമയത്ത് ഇതങ്ങ് ഒരു പോയി ഏതാണ്ടൊരു സമാധാനമായി നിൽക്കുന്ന സമയത്താണ് ഞാൻ ആ താഴെയുള്ള വീടുകളെ സ്ഥിതി എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആൾ പറഞ്ഞു താഴെ ഒന്നുമില്ല, ക്ലീനാണ്, നമ്മളിനി അവിടെ പോകരുത്. ഞാൻ പറഞ്ഞു എൻ്റെ ഫാമിലി അവിടെ ഉണ്ട്, സുഹൃത്തുക്കൾ അവിടെ ഉണ്ട്, അപ്പോൾ നിങ്ങൾ കൺഫർമേഷൻ കറക്റ്റ് ആവണം. എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പുറത്ത് കൂടെ ഇറങ്ങിപ്പോയി അടുത്ത പൊട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ എന്നിട്ട് പോയി നോക്കാൻ അവർ സമ്മതിച്ചില്ല. കാരണം ഒന്ന് നമ്മളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഇത് അവർക്കുണ്ട്. ഇനിയും നഷ്ടങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പ് തന്നെയാണ് ആ രാത്രി തന്നെ. അപ്പോൾ രാവിലെ ആകുമ്പോൾ ഏത് രീതിയിലാണ് ഓരോരുത്തരുണ്ടാവുക എന്നുള്ളത് നമുക്ക് തീർച്ചയായും അങ്ങനെ ഒരു മഹാദുരന്തം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ